ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി കിടുക്കാച്ചി ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്തേക്കുന്നത്. സൂപ്പർ റിസൾട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ പായ്ക്കേട്ടോ. അപ്പോഴേ 100ൽ 100 മാർക്ക് നമുക്ക് കൊടുക്കാം ഇതിന് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. 3 ഐറ്റം മാത്രം മതി. അതല്ല 3 മറന്നുപോയി കേട്ടോ. പിന്നെ 3 ഐറ്റം കൊണ്ട് ചെയ്താൽ മതി. ആരോ എന്നോട് പിച്ചിയുടെ തൈ ചോദിച്ചു കേട്ടോ. പിച്ചിയുടെ തൈ നമ്മുടെ ഇവിടെ ഇല്ല, പക്ഷെ ചിലപ്പോഴെങ്ങാണം കമ്പ് കൊണ്ടുവച്ചാൽ കിളിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം കിളിച്ച് കിട്ടി. പിന്നെ ഞാൻ രണ്ടാമതിപ്പം വേറൊരു തൈ വാങ്ങിച്ച് കിളിച്ച്. ഇപ്പോൾ അതിനകത്തും പൂവുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. 2 വശത്ത് ഇപ്പോൾ പിച്ചി നട്ടിട്ടുണ്ട്. മുല്ലയും ഉണ്ട് കേട്ടോ. അപ്പോൾ തൈയൊക്കെ വാങ്ങിച്ചു ചെടിക്കാരൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് നട്ടോളൂ, കിളിക്കും കേട്ടോ. ചിലപ്പോഴേ ഈ പിച്ചിയൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. എന്തായാലും എനിക്ക് നമ്മുടെ ഇവിടെ പിന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടി. മാതിരിയുണ്ട്. ദേ എൻ്റെ തലയിൽ ഇരിക്കൊണ്ട് ദേ ഒത്തിരി അവിടെ കെട്ടാനിരിക്കുന്നു. ഈ പൂവെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നത്? പക്ഷേ ഈ മഴയാകുമ്പോൾ ഉണ്ടല്ലോ പൂവിന് മണം ഇച്ചിരി കുറയും. അല്ലാത്ത സമയത്ത് നല്ല മണമോ പിച്ചിപ്പൂവിന് കേട്ടോ. പിച്ചിപ്പൂ അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഇവിടെ വന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട് ഓരോന്നിനൊക്കെ. എന്തോ മരുന്നിനൊക്കെയാണെന്ന് തോന്നി. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. പിച്ചിപ്പൂവൊക്കെ വേണമെന്ന് പറഞ്ഞ് ചിലരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ പിച്ചിയുടെ തൈയില്ല, വാങ്ങിച്ചൊക്കെ നട്ടോ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി പതി ഇടുമല്ലോ, പതി ഇട്ട് അങ്ങനെയൊക്കെ കിളിപ്പിക്കാം നമുക്ക് കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ടിപ്പൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോഴേ അത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം. നല്ല കിടുക്കാച്ചായിട്ട് കേട്ടോ ചെയ്ത് നോക്കിയിട്ടു. അപ്പോൾ മഴയാണ് ഇവിടെ. രാവിലെ മുതൽ ഇപ്പം രാവിലെ മുതൽ മഴയൊക്കെ തുടങ്ങി. അപ്പോഴേ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ. അപ്പോഴിത് നമുക്ക് സ്ഥലം മാറ്റമൊക്കെ ആയിട്ട് മഴയായത് കാരണം ഷീറ്റിൻ്റെ കീഴത്ത് നിറച്ചും തുണികൾ വിരിച്ചിട്ട് ഇപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഒരു 2-3 ദിവസം കൊണ്ട് അങ്ങോട്ട് തകർത്തു വാരി പെയ്യുക കേട്ടോ. എനിക്കറിയത്തില്ല ഇത് എന്തുവാന്നേ. കാലം തെറ്റിയുള്ള മഴയായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. കാറ്റും ഇന്നലെയൊക്കെ ഫുൾ കാറ്റായിരുന്നു. കാറ്റും തകർത്തു വാരി മഴ. ടൈലിനകത്തും ചവിട്ടി നിൽക്കാൻ പോയി അത്രയ്ക്ക് തണുപ്പ്. കാലിനും മൊത്തത്തിൽ അങ്ങ് തണുപ്പ്. അപ്പോഴും നമ്മൾ എനിക്കോ മോടി പതച്ചെവിടെയെങ്കിലും അങ്ങ് ചാച്ചി ഇറങ്ങാമെന്ന്. എങ്ങനെ കിടക്കാനാ അല്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പേ മക്കളെ പറഞ്ഞു വിടാൻ ചാടി എണ്ണിക്കണം. അയ്യോ ഒന്നും പറയേണ്ട. തണുത്ത് വിറച്ച് പോച്ചി കണ്ണുകൂടി ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കേട്ടോ. സമയം ഒരു 5:15 ഞാൻ ഇപ്പോൾ എഴുന്നേക്കും. 8 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാനിപ്പോൾ 5:15 എഴുന്നേറ്റിരുന്ന് ചോറ് കറിയില്ല. അപ്പം നമ്മുടെ അമ്മ വന്ന്, നമ്മുടെ സരസ്വൻ രാത്രി ഉറക്കമില്ല. സരസ് വന്ന് ഞങ്ങളുടെ കലകിൻ്റെ വാതിക്കൽ ഡും ഡും. ഞാനെന്തായാലും ചോദിക്കും ആരാണ്? അപ്പോഴിപ്പുറത്ത് സരസ് പറയും മലാഖ കേട്ടോ. അപ്പോൾ സരസ്വന് ഒട്ടും ഉറക്കമില്ല, ഞങ്ങളെ ഒട്ടും ഉറക്കുന്നില്ല. ഇപ്പം മക്കളെയൊക്കെ പഠിക്കാൻ വിളിച്ചുണർത്തും അമ്മൂമ്മ കേട്ടോ. കേട്ടോ അങ്ങനെയൊക്കെ സ്നേഹമുണ്ട്. നമ്മളൊന്നും ഉറങ്ങിപ്പോലെ ഞാൻ അലാറം വെച്ചിട്ട് ഞാൻ കിടക്കും. പക്ഷേ എനിക്ക് പിന്നെ അങ്ങ് മടി. ഞാൻ പിന്നെയും കിടന്ന് കണ്ണടച്ച് കിടന്നാൽ ഉറങ്ങും. പിന്നെയും വന്ന് ഡും ഡും, സരസ് വന്ന് ഡും ഡും. ഇങ്ങനെ ആകെ കുഴപ്പം കേട്ടോ. അപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ സ്ഥാനമായിട്ട് ഇങ്ങോട്ടാക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴേ ഞാൻ വിചാരിച്ചു തലയിലെ കാർക്കൂന്തലൊക്കെ വളർത്താൻ ഒത്തിരി ദിവസമായി. മുട്ട തേച്ചിട്ട് വേറെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ. പക്ഷെ മുട്ട തേച്ചിട്ട് ഒത്തിരി ദിവസമായി. ഇന്ന് നമ്മൾ തലയിൽ അങ്ങോട്ട് മുട്ട അടിക്കാൻ പോകും കേട്ടോ. തലയിൽ മുട്ടയൊക്കെ അടിക്കാൻ പോകും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നത് സുഖൻ്റെ മുടി കണ്ട കിളർക്ക് വന്ന് എൻ്റെ മോള് കണ്ടുവിട്ടുകൊണ്ടിരിക്കും ഇപ്പം കേട്ടോ. എന്നിട്ട് മുടി വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച മുടി വെട്ടിയായിരുന്നു. ഇത്രയല്ലായിരുന്നു നമ്മുടെ മുടി, ഇത്തിരിയും കൂടെ ഉണ്ടായിരുന്നു. അത് വീണ്ടും മുറിച്ച് വീണ്ടും അവൾ പറഞ്ഞു അമ്മയുടെ മുടി വിളിച്ചു. അപ്പോഴും ഞാനങ്ങ് പോകും കേട്ടോ. തട്ടുമ്പുറത്തൊക്കെ ചെന്നിട്ട് താഴെ വീഴും. നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ രാവിലെ എണ്ണ തേച്ചതാണ് മുടിയിൽ കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞു. ഞാൻ രാവിലെ ഇപ്പം എണ്ണയൊക്കെ പുരട്ടിയെങ്കിൽ നിൽക്കും കേട്ടോ. കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ മുടി അതൊന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടയും വെളിച്ചെണ്ണ നമ്മൾ തൂത്താലും മതി, തലയിലൊന്ന് തൂത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് മുട്ടയ്ക്കകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ മിക്സ് ചെയ്തങ്ങ് തേച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടൊക്കെ വരട്ടെ.
ഓവല്ല ആയി കേട്ടോ. ഓവല്ല ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓടി വരാം കേട്ടോ. പിന്നെ നമുക്ക് മുഖത്ത് പായ്ക്ക് വേണം. അതും കൂടെ കണ്ടിട്ടൊക്കെ പോവാതെ കഷ്ടമുണ്ട്. പാവ ചുറ്റുമല്ല നിങ്ങളുടെ അടിച്ചങ്ങ് പതപ്പിച്ച് കേട്ടോ. രണ്ടും കൂടെ അങ്ങോട്ട് അടിച്ചങ്ങ് പതപ്പിച്ച് ഞാൻ. എന്നിട്ട് എൻ്റെ കുപ്പിക്ക് അതോടെ എനിക്ക് ആ കുപ്പിയില്ലാതെ മുട്ടയുടെ വെള്ളമൊന്നും തേക്കാൻ ഒക്കത്തില്ല കേട്ടോ. അവിടെ ഇവിടെ എല്ലാം വീഴും. അതാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ തലയിൽ വീഴും. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുപ്പിക്കകത്തോട്ടെ. കുപ്പി കേട്ടോ, നമ്മുടെ ബെഷിനകത്ത് എണ്ണ ഒഴിക്കുന്ന കുപ്പി കേട്ടോ. വേറെ കുപ്പി ഞാൻ വാങ്ങിച്ച് ബെഷിനകത്ത് എണ്ണ ഒഴിക്കാൻ. ഇത് പഴയതാട്ടോ. പക്ഷേ ഇതാണ് ചെയ്യുന്നതും സ്പ്രേ ചെയ്യുന്നതും മുഖത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനില്ല. മുടിയിലൊന്നും എനിക്ക് റോസ്മേരിയുടെ ഇതൊക്കെ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് എണ്ണ തേച്ചത് കേട്ടോ രാവിലെ. ഇനിയിപ്പോൾ ഇതിനകത്ത് എണ്ണയുണ്ടല്ലോ, കുഴപ്പമില്ല. ഇതങ്ങോട്ട് നമുക്ക് പരത്തി കൊടുക്കും. ഇതാകുമ്പോൾ ദേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തൂത്തിട്ട് ഫുള്ള് ചെയ്യും കേട്ടോ. ഫുള്ള് ചെല്ലും മുടിയിൽ. പഴയതൊക്കെ എടുത്തിട്ടോ മുട്ട വയ്ക്കുക, അതുമല്ല മഴ വയ്ക്കുക. ഒരു ദിവസം ഒന്ന് കഴിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പഴയതൊക്കെ ആയാലും കേട്ടോ. അങ്ങനെ ആഴ്ച എങ്ങാണ്ടാകും തേച്ചത് മുട്ട. പിന്നിപ്പോൾ ഈ ഇടയ്ക്കൊന്നും ഞാൻ തേച്ചില്ല. എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം എണ്ണ തേക്കാം. എണ്ണയല്ല, മുട്ട അപ്പം തേക്കണം കേട്ടോ. നമ്മുടെ മുഖത്തിടാനുള്ള പായ്ക്കും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കൂട്ടിയില്ല, അത് കൂട്ടിയിട്ട് നമുക്ക് അതും കൂടെ രണ്ട് കാര്യം നടക്കുമല്ലോ. പിന്നെ എനിക്ക് രാവിലെ ബാത്റൂം ഒന്ന് കഴുകണം. അപ്പോഴേ ഇതും നടക്കും, ബാത്റൂം കഴുകൊക്കെ നടക്കും, എല്ലാം അല്ലേ. അപ്പോഴിന്ന് 3 കാര്യം സാധിക്കും. അപ്പോഴേ കഴിഞ്ഞു. ഇത് നമുക്ക് ഇങ്ങനെയുള്ള എല്ലായിടത്തും ചെല്ലട്ടെ. നമ്മുടെ മുട്ട കാർക്കൂന്തലൊന്ന് കിളിർപ്പിച്ച് കാണിച്ച് ഒക്കെ ഉണ്ടല്ലേ. നമ്മുടെ കൊല്ലത്തിൽ ഭയങ്കര ബഹളം, അലപ്പാങ്ങി. നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഈ അടുക്കളയുടെ വാതിക്കലായിട്ട് ഇവന്മാർ കിടന്ന് ബഹളം നിൽക്കുന്നത്. ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് നടക്കുകയും ചെയ്യും, ബ്ലഡ് ഓടിച്ചാടി നടക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയൊന്ന് നമ്മൾ രാവിലെ എണ്ണ തേച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ കേട്ടോ. എന്തൊക്കെ നമ്മളിപ്പം പഠിച്ചെന്ന് പറ അല്ലേ. നമ്മളൊക്കെ എന്തൊക്കെ പഠിച്ച് ഒരു യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും മുടിയുടെ പരിപാടികളും മുഖത്തിടുന്ന പായ്ക്കും എനിക്കറിയത്തില്ല. നന്നായിട്ട് നമ്മൾ പിന്നെ എന്താ ഷാമ്പു ഒന്നും ഇട്ട് കഴിയണ്ട കേട്ടോ. ഞാൻ അത് കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് കെട്ടി വയ്ക്കട്ടെ കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഞാൻ കെട്ടി വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോഴുള്ള മുടിക്ക് ഇത്ര ഒരുപോലൊക്കെ ആയി വരുന്നു. മേളി ഞാൻ ക്ലിപ്പ് ഇടുന്നത് പൊട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരുമാതിരി ഈ താഴത്തേൻ്റെ അത്രയായി കേട്ടോ. ഒരുമാതിരി നമ്മുടെ മുടിക്ക് വെച്ച് കറപ്പോ ഉണ്ട് കേട്ടോ. ഇപ്പം വെട്ടിയത് കൊണ്ട് കേട്ടോ. ഇതിന് മുടി കിളിച്ചായിരുന്നു, നമ്മൾ വെട്ടിയത് വെട്ടി വെച്ച് ഇനി നമുക്ക് മുഖത്ത് പായ്ക്കിടാം. മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വന്നു. അപ്പോഴേ നമ്മുടെ മുഖത്തിടുന്ന പായ്ക്കിടുന്നതിന് 3 സാധനങ്ങൾ മതി. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കിടുക്കാച്ചി ഐറ്റം എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പം ചിരി വരിക. ഈ ഒരു ഡ്രസ്സ് തന്നെ ആയിരുന്നു ഞാൻ അന്ന് ആ വീഡിയോ എടുത്തത്. ഏതായിരുന്നെന്നറിയാവോ? ഒരു പൗഡറിൻ്റെ സാധാ അന്ന് നമ്മൾ കുറച്ച് കൂട്ടുകാരെ കാണത്തുള്ളെന്ന് വിചാരിച്ച് നമ്മളെന്നും തമാശയും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വലുതായിട്ടൊന്നും എന്നും നമ്മളെ കൂട്ടുകാരൊക്കെ കാണത്തുള്ളെന്ന് വിചാരിച്ച് ഞാനന്ന് വീഡിയോ ചെയ്തത്. പക്ഷെ ആ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, എത്രയോ എനിക്കറിയത്തില്ല. അത് ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ അത്. പക്ഷേ ഒരുപാട് തെറി കിട്ടിയ ഒരു വീഡിയോ ആണ് എന്ന് വെച്ചാൽ. പക്ഷെ സംഭവം അടിപൊളിയാണ്. ഞാൻ ഇപ്പോഴും അത് പറയുന്നു. നമുക്ക് നല്ല ആ ഒരു ദിവസം എന്തായാലും രാവിലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് വരെ അതിന് നല്ല റിസൾട്ട് കേട്ടോ. അന്ന് ആ പൗഡറിൻ്റെ വീഡിയോ ഇട്ടത് അന്ന് ആ ചെയ്തതിൻ്റെ ബാക്കി തന്നെ എൻ്റെ മോൻ്റെ മുഖത്ത് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വന്നിട്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ.
അപ്പോൾ ചിലരെ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കും ആ ഒരു നമ്മൾ ചെയ്ത് കൂട്ടുന്നൊക്കെ മുഖം പൊള്ളിയാലോ ഒരുപാട് തെറി കിട്ടിയ ഒരു വീഡിയോ ആയിപ്പോയി. എനിക്കറിയത്തില്ല, എപ്പോഴും ഞാനത് ഓർത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാനത് വെറുതെ നമ്മുടെ കൂട്ടുകാർ കാണുക അത്രയും പേരെ കാണത്തുള്ളെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇട്ട ഒരു വീഡിയോ. വെറുതെ ഇല്ല, നമ്മൾ ചെയ്ത് കാണിച്ചത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്കായിരുന്നു അത് കേട്ടോ. പക്ഷേ ആ പൗഡർ മാത്രമേ അത് യൂസ് ചെയ്യാവൂ കേട്ടോ. നല്ല കിടുക്കാച്ചയായിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പിന്നെ പൗഡർ ഇടേണ്ട കാര്യമേ ഇല്ല. നമ്മൾ അതിൻ്റെ മേളിൽ ഒരു ക്രീമും തേക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പായ്ക്കായിരുന്നു അത്. പിന്നെ നമുക്ക് റാഗിപ്പൊടി ഇന്ന് വേണ്ടത് കേട്ടോ, കുറച്ചെടുത്താൽ മതി. ആവശ്യത്തിന് നമ്മുടെ മുഖത്തിനും കഴുത്തിനും വേണ്ടുന്നത് ഒരുപാട് എടുത്ത് കളയണ്ട കേട്ടോ. അപ്പോൾ റാഗിപ്പൊടി നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, ഒരുപാട് എടുത്ത് കളയണ്ട. അപ്പോൾ കൂടെ തന്നെ നമുക്ക് പാല്, പച്ചപ്പാല്, നമ്മൾ കാച്ചാത്ത പാല് കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാവെന്ന് വെച്ചാൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മുടെ മുഖത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ, ഒലിച്ചാകും. അപ്പോൾ ഇത് അങ്ങോട്ട് പാല് റാഗിപ്പൊടി കേട്ടോ. ഇനി നമുക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുറച്ച് കുറച്ച് കേട്ടോ. പക്ഷെ അത് ചിലർ ചെയ്ത് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞതുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ ഒരു ബോട്ടിൽ പൗഡറാണ്, അതിനായിട്ട് ഞാനത് പറയുകയും ചെയ്തു. അന്നേരം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് ചെയ്യാനായിട്ട് എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തായിരുന്നു അന്നേരം. പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ആദ്യം കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഫങ്ഷന് പോകുമ്പോൾ കൊള്ളത്തതും ഒന്നുമില്ല കേട്ടോ, കൊള്ളത്തതും ഒന്നുമില്ല. ചുമ്മാ നമ്മൾ ചെയ്ത് അത് അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ കയ്യിലൊക്കെ ഇച്ചിരി ഒന്ന് തൂത്തിട്ട് ചെയ്യുന്നതാവും നല്ലത്. പേടിയൊക്കെ ഉള്ളവർ, എനിക്കെന്തായാലും എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് വെച്ചേക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, ഇരുന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഒരു ആദ്യം മുഖത്ത് വാരി പെരട്ടി സംസാരിക്കാനൊക്കത്തില്ലല്ലോ, അത് ആദ്യം തലയിലങ്ങ് മുട്ടയടിച്ച് തേച്ചിട്ട് കേട്ടോ. ഇതൊന്ന് ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഒരു 5 മിനിറ്റായി ഒന്ന് കുതിർന്നൊക്കെ വന്നു. ഒന്ന് കുതിരണ്ടേ എന്ന് വെച്ചാൽ ഈ റാഗിപ്പൊടിയൊക്കെ വെച്ച് പൗഡർ മാതിരിയല്ലേ ഇരിക്കുന്നത്. അതൊന്ന് കുതിരാൻ വേണ്ടി ഞാൻ വെച്ചു കേട്ടോ. ഇനി നമുക്ക് പായ്ക്ക് തേച്ച് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടുക്കാച്ചയായിട്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾ അഥവാ മിക്സ് ചെയ്ത് പിന്നെയും പാല് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പാലിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുതിർന്ന് വരുമ്പോൾ ഒന്ന് ഇതാവുമല്ലോ, കുറുകുമല്ലോ കേട്ടോ. കാര്യയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല അവളുമാർ. തണുത്ത കാലാവസ്ഥയാണ്, നമ്മുടെ റാഗിപ്പൊടിയും തണുപ്പാണ്, കുഴപ്പമില്ല. പിന്നെ ഈ അലർജി അത് ഈ തണുപ്പ് പിടിക്കാത്തവരൊന്നും ചെയ്യണ്ട ഈ സമയത്ത് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു 10-15-20 മിനിറ്റ് ആകുമ്പോൾ കഴുകി കളയാതെ കേട്ടോ. ചിലർക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല. പാല് തൈര് തലയിലൊന്നും ഇങ്ങനെ ഇങ്ങനെ പായ്ക്കളൊന്നും ചെയ്തിട്ട് നിൽക്കാൻ മേലാത്തവരും ഉണ്ട് കേട്ടോ. എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും ഓരോരോ ഇന്നലത്തെ മഞ്ഞളിൻ്റെ എല്ലാവരും ചെയ്തായിരുന്നു, അതും നല്ല കിടുക്കാച്ചി. വൈകിട്ട് മോനും പുരട്ടുന്നുണ്ട്, മോനും മോളും ഒക്കെ ഇട്ട് പുരട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ എടുത്ത് വെച്ച് ഇവരിപ്പം കോളേജിലൊക്കെ പോയിട്ട് വരുമ്പം വൈകിട്ടൊക്കെ ആവും. അപ്പോഴും കുളിക്കാൻ നേരം ഞാൻ എടുത്ത് പുരട്ട്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഇവർ വരുമ്പോൾ ഞാൻ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നതാണല്ലോ കാണുന്നത്. അപ്പോഴെന്നോടേക്ക് എന്തോ അമ്മ ഇന്ന് ഇട്ടതെന്ന് ഞാനപ്പോഴും പറയും ഇങ്ങനെ. അപ്പോഴത്തേനും നമ്മുടെ വീഡിയോ ഒക്കെ നമ്മളിടുമ്പോൾ പിന്നെ വീഡിയോ വന്നു കഴിഞ്ഞാലേ കുഞ്ഞുങ്ങളെ കാണത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനിതൊക്കെ ചെയ്യുന്ന കാണും. പക്ഷേ അവർ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോൾ കാണുന്നില്ല, നമ്മുടെ വീഡിയോ പോയി കഴിഞ്ഞാലേ കാണത്തുള്ളൂ.
അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കും, ചിലപ്പോൾ അവർ തന്നെ ഉണ്ടാക്കും. ചിലപ്പം ഞാൻ ഇടുന്നതല്ലായിരിക്കും അവരിടുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. എന്തായാലും ഇടുന്നുണ്ട് അവർ, എന്തെങ്കിലുമൊക്കെ ഇടും. നമ്മുടെ വീട്ടിൽ പിന്നെ എല്ലാം ഇരിപ്പുണ്ട്. എന്തായാലും വേറൊന്നുമല്ല, ഇതുമാതിരിയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഇപ്പം ചോദിക്കാൻ അത് വഴക്കടിക്കാനൊന്നും ആരും എത്തിയില്ല ഇല്ലേ. അപ്പോഴേ എനിക്ക് ഇത് ധാരാളം കേട്ടോ. ഞാൻ ഒത്തിരി എടുക്കത്തില്ല. ഒത്തിരി എടുത്താൽ നമുക്ക് ഒത്തിരി മിച്ചം വരും. ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയും ചെയ്യരുത്, എനിക്കിഷ്ടമല്ലേ. പായ്ക്കുകളൊക്കെ തയ്യാറാക്കി എന്തിനാ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്യുമല്ലേ, പിന്നെ എന്തിനാ ഈ ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കുന്നത്? അപ്പോഴും നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി കേട്ടോ. നമുക്ക് അവിടെ നിന്നായിരുന്നെങ്കിൽ കഴുകാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. എന്തൊരു പരുവാന്ന് പറയത്. തുണി കഴിയുക, ഉണങ്ങുന്നതുമില്ല. എന്ത് പറയാനാ, എന്ത് പറയും ഞാൻ, എന്ത് പറയും ഞാൻ, എൻ്റെ ഭഗവാനോ എന്ത് പറയും ഞാൻ. അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് മൊത്തം കാലിയാക്കി പാത്രം. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് ആയി. നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് തുടയ്ക്കാം കേട്ടോ. നനച്ചിട്ട് തുടയ്ക്കാം. ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇതിന് നമ്മുടെ ഈ റാഗി പൗഡറേ നമ്മൾ തുടച്ചാൽ ഇച്ചിരി ഒരു പൗഡറിൻ്റെ ഇതൊക്കെ കാണും കേട്ടോ. നന്നായിട്ട് വെള്ളം കോരി ഒഴിച്ച് തന്നെ തുടയ്ക്കണം. മഴക്കാറൊന്നും ഇവിടെ മഴയാണ്. എൻ്റെ ദൈവമേ, ഇത് എന്തുവായത്? ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. എന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത ഒരു ഇത് വരുമല്ലോ. പക്ഷെ അതൊക്കെ അവരെയൊക്കെ ഒന്ന് ചുരണ്ടിപ്പറിച്ചൊക്കെ ഇങ്ങനെ മാറ്റണം കേട്ടോ. അതെന്താ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. തുടയ്ക്കുമ്പോഴേ നമുക്ക് അപ്പോഴേ അതിൻ്റെ ഇതൊക്കെ അറിയാൻ പറ്റും കേട്ടോ. എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ തുടച്ച് കാണിക്കാം. മഴ 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 കുട 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 കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങളോ? അപ്പോഴേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. നേരത്തെ ഞാൻ വന്ന് നിന്ന് സംസാരിച്ചപ്പോൾ ഉള്ള മുഖമാണോ എൻ്റെ? അല്ല, ആ മുഖം തന്നെയാണ്. എന്നാലും നമുക്ക് നമ്മളെ മുഖമൊക്കെ നന്നായിട്ട് ബ്ലീച്ച് ആവും കേട്ടോ. നന്നായിട്ട് അഴുക്കും ഇതുമൊക്കെ പോയിട്ട് മഴ ഉണ്ടോ? ഞാൻ അപ്പോഴും നിന്ന് സംസാരിച്ച മുഖമാണോ ഇപ്പം? നിങ്ങൾ നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ മുഖമാണോ ഇത്? വ്യത്യാസമില്ലേ? അപ്പോഴാദ്യം മുതൽ വീണ്ടും പോയി കണ്ടോളൂ. ആ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ അല്ലേ, നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഉള്ള മുഖമാണോ, വ്യത്യാസം വന്നോ എന്നൊക്കെ അന്നേരം നമുക്ക് മനസ്സിലാകാം അല്ലേ. കിട്ടുമായിട്ട് കേട്ടോ, ഇതൊക്കെ നല്ല കിട്ടുമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന, അപ്പോഴും തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവം. പിന്നെ ഇതൊക്കെ ഞാൻ ഒരിക്കലും പറയത്തില്ല വെളുത്തവർ ചെയ്യും കറുത്തവർ ചെയ്യുമെന്നൊന്നും കേട്ടോ. ഞാൻ ഇടുന്ന പായ്ക്ക് എല്ലാവർക്കും ഇടാം കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട, എല്ലാവർക്കും ചെയ്യാം. കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല. നമ്മുടെ പായ്ക്കുകളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ തന്നെ ചെയ്യുന്നതുവാ. അതെല്ലാവർക്കും ചെയ്യാം കേട്ടോ. ആണുങ്ങൾക്കാണേലും പെണ്ണുങ്ങൾക്കാണേലും
കറുത്ത പല്ലാണേലും വെളുത്ത പല്ലാണേലും എല്ലാവർക്കും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ കൂട്ടിന്. അപ്പോൾ നല്ല വ്യത്യാസമില്ലേ നമുക്ക്, നിങ്ങൾ തന്നെ പറ കേട്ടോ, നല്ല വ്യത്യാസമില്ലേ. നമ്മൾ ഈ ചെവിയുടെ ഇവിടെയും ബാക്കിലും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ബാക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ പിന്നെ മുടി കെട്ടി വെച്ചിട്ട് ബാക്കിലൊക്കെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മുഖത്ത് മാത്രമായിട്ട് ഒരിക്കലും ചെയ്യരുത്, നമുക്ക് വ്യത്യാസം നന്നായിട്ട് അനുഭവപ്പെടും കേട്ടോ, നന്നായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടിങ്ങിനെ, പിന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഒരു പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. എന്നൊന്നും നമ്മൾ ചെയ്യണമെന്നൊന്നും പറയത്തില്ല കേട്ടോ. കിടുക്കാച്ച ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യും ഈ മുഖവും തമ്മിലൊക്കെ നല്ല വ്യത്യാസം. നമ്മൾ കൈ ചെയ്തിട്ടില്ലല്ലോ, കൈയും മുഖവുമായിട്ടൊക്കെ നല്ല വ്യത്യാസം നമുക്ക് അറിയത്തില്ലേ? അറിയാവോ? നമ്മൾ കയ്യിലൊന്നും തേച്ചിട്ടില്ല, അപ്പോഴേ മുഖത്തും കൈയും തമ്മിലൊക്കെ നല്ല വ്യത്യാസമൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും പണി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. പിന്നെ വീഡിയോ കണ്ട ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.